ഗ്രീസിലെ ഏതൻസിൽ നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിലാണ് മൂവാറ്റുപുഴ നിർമ്മല സദനിലെ ബിൻഡൻ ബെന്നിയും അനീഷ് പീറ്ററും മെഡലുകൾ നേടിയത്. ബിൻഡൻ ബെന്നി സ്വർണവും അനീഷ് പീറ്റർ വെള്ളിയുമാണ് സ്വന്തമാക്കിയത്. ബാസ്കറ്റ്ബോളിലായിരുന്നു ബിൻഡന്റെ ടീം സ്വർണം നേടിയത്. സുവർണ സംഘത്തിലെ ഏക മലയാളി സാന്നിധ്യമായിരുന്നു ബിൻഡൻ. കലാശപ്പോരാട്ടത്തിൽ പാകിസ്ഥാനെതിരെയായിരുന്നു ഇന്ത്യൻ സംഘത്തിന്റെ വിജയം. പാകിസ്ഥാനെയാണ് തങ്ങൾ തോൽപ്പിച്ചതെന്ന് പറയുമ്പോൾ ബിൻഡന്റെ മുഖത്ത് വിടരുന്ന മന്ദഹാസത്തിന് ഒപ്പം നിൽക്കാൻ പോലും രാജ്യാന്തര താരങ്ങളുടെ പണക്കൊഴുപ്പ് നിറയുന്ന അഹന്തയ്ക്ക് സാധിക്കില്ല. ഫൈനലിൽ പാകിസ്ഥാൻ നല്ലതായിട്ട് കളിച്ചു, ജയിച്ചപ്പോൾ സന്തോഷം തോന്നി. ഹാൻഡ്ബോളിലാണ് അനീഷിന്റെ ടീം വെള്ളി നേടിയത്. കലാശക്കളിയിൽ ജർമ്മനിയോട് വീരോചിതമായി ഏറ്റുമുട്ടിയ ഇന്ത്യൻ ടീമിലെ മലയാളി സാന്നിധ്യം അനീഷിൽ മാത്രം ഒതുങ്ങുന്നു. ഫൈനലിലെ കടുത്ത മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും അത്രത്തോളം എത്തിയതിന്റെ ആവേശം അനീഷിന്റെ മുറിയുന്ന വാക്കുകളിൽ വ്യക്തമായിരുന്നു. ഫൈനല് ജർമ്മനിയായിട്ട് നല്ല ടൈറ്റായിരുന്നു. അവിടെ പോകാൻ പറ്റിയത് തന്നെ നല്ല വലിയ ഭാഗ്യമായി കരുതുന്നു. ലോകകപ്പ് ഫൈനൽ കളിച്ച മലയാളത്തിന്റെ സ്ത്രീക്ക് നൽകിയ സ്വീകരണമാണിത്. ലോകകപ്പിലെ സ്ത്രീയുടെ പ്രകടനം എന്തായിരുന്നുവെന്ന് മലയാളികൾ കണ്ണുനിറച്ച് കണ്ടതാണ്. ഒളിമ്പിക്സിന്റെ നാട്ടിൽ വെച്ച് ലോകത്തിന്റെ നെറുകയിലെത്തിയ ഇവർക്ക് സ്വീകരണം നൽകാൻ ആരാധകരുടെ ബഹളമോ ചാനൽ പടയുടെ തിരക്കോ കണ്ടില്ല. സുവർണ്ണ നേട്ടങ്ങളുമായി ഇവർ നാട്ടിലെത്തിയത് ഒരാളും അറിഞ്ഞില്ല. പക്ഷേ രാജ്യത്തിന്റെ കുപ്പായമിട്ട് കഴുത്തിൽ തൂക്കിയ മെഡലുകൾക്കും ആ മുഖത്തെ പുഞ്ചിരിക്കും പകരം വെക്കാൻ മറ്റൊന്നുമില്ല എന്നതാണ് സത്യം. IPL-ലും ചാമ്പ്യൻസ് ലീഗിലും പങ്കെടുത്തവരെ പോലും താരങ്ങളായി വാഴ്ത്തുന്ന നമ്മുടെ നാട് വിധിയോട് പടപൊരുതി വിജയം നേടിയ ഇവരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. സ്വീകരിക്കാൻ പൂമാലകളോ ചാനൽ വെളിച്ചമോ ഇല്ലെങ്കിലും ഇവരും രാജ്യത്തിൻ്റെ അഭിമാനമുയർത്തിയ താരങ്ങൾ തന്നെയാണ്. ക്യാമറാമാൻ അനൂപ് ചിറക്കാക്കോടിനൊപ്പം വിമൽ മാരാർ, കേരള വിഷൻ, കൊച്ചി.